ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട തിക്കി എന്ന് പറയുന്ന ഒരു മറാത്തി മൂവിയാണ്. ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് ശരിക്കും നിങ്ങളെ ഞെട്ടിക്കും. അപ്പോൾ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് IT എംപ്ലോയിയായ സാദിയാണ്. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു സാദി. തന്റെ ബോസിന്റെ അടുത്ത് നിന്നും 20 ലക്ഷം രൂപ അവൾ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ അവൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. കാരണം ബോസ് അവളെ അനാവശ്യമായിട്ട് ടച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയിരുന്നു. അവൾ പരമാവധി ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇയാളുടെ കാശ് തിരിച്ചു കൊടുക്കാത്തിടത്തോളം കാലം അയാളെ പിണക്കാനും പറ്റില്ല. അത് കാരണം അയാളുടെ ഈ ബിഹേവിയർ എല്ലാം തന്നെ അവൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സാദിയുടെ ഹസ്ബൻഡാണ് മൽഹാർ. അയാളുടെ ബിസിനസിന് വേണ്ടിയിട്ടായിരുന്നു സാദി തന്റെ ബോസിന്റെ അടുത്ത് നിന്നും കുറച്ച് കാശ് കടം വാങ്ങിയത്. എന്നാൽ ബിസിനസ് ആകട്ടെ നല്ല രീതിയിൽ പോകുന്നുമില്ല. സാമ്പത്തികമായിട്ട് ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഇവർക്കിടയിലെ റിലേഷൻഷിപ്പും അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പലപ്പോഴും മൽഹാറിന് ദേഷ്യം വരും. സാദിയുടെ ജോലി ഉള്ളത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും ഇവർ പിടിച്ചു നിന്ന് പോകുന്നത്. സാദിയെ എപ്പോഴെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് കിട്ടണമെന്ന് അവളുടെ ബോസ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം അയാളാകട്ടെ അവളോട് ഒരു ദിവസം പറയുന്നു, ഒരു പ്രോജക്ട് ആവശ്യമായിട്ട് US പോകണം, നീയും എന്റെ കൂടെ വരണമെന്ന്. അയാളുടെ ഉദ്ദേശം എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾക്കാകട്ടെ അയാളോട് നോ പറയാനും പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്താണ് അവൾക്ക് അവളുടെ അങ്കിളിന്റെ കോള് വരുന്നത്. അവളുടെ അമ്മ ഹേമയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് സാദി നേരെ തന്റെ നാടായ പൂനെയിലേക്ക് പോകുന്നു. അവളുടെ അമ്മ ഹേമലതയ്ക്ക് ക്യാൻസർ ആയിരുന്നു. കുറെ കാലം മുമ്പേ തന്നെ ഡയഗ്നോസ് ചെയ്തതാണ്. എന്നാൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 വർഷമായിട്ട് സാദി അങ്ങനെയൊന്നും അമ്മയെ കാണാൻ വരാറുണ്ടായിരുന്നില്ല. സാദിക്ക് ഒരു അനിയത്തി കൂടിയുണ്ട്, സരിക എന്നാണ് അവളുടെ പേര്. കുറെ കാലങ്ങൾക്ക് ശേഷം സ്വാതിയെ കണ്ടതും സരിക അവളോട് ദേഷ്യപ്പെടുന്നു. ഇപ്പോഴും തന്നെ നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചിട്ട്. 3 വർഷം മുമ്പ് സ്വാതി ഇവിടെ നിന്നും പോകുന്ന സമയത്ത് അമ്മയുമായിട്ട് വഴക്കിട്ടിട്ടായിരുന്നു അവൾ പോയത്. അതുകൊണ്ടായിരുന്നു സരികയ്ക്ക് പെട്ടെന്ന് സ്വാതിയെ കണ്ടപ്പോൾ ദേഷ്യം വന്നതും. എന്താണെങ്കിലും സ്വാതിയും കൂട്ടി സരിക തന്റെ വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ അവരുടെ വീട്ടില് ഒരു പെൺകുട്ടി വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ഇതൊന്നും താൻ അറിഞ്ഞില്ലല്ലോ എന്ന് സ്വാതി ചോദിക്കുമ്പോൾ സരിക പറയുന്നുണ്ട്, നീ അല്ലെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും കാര്യം അന്വേഷിക്കാറുണ്ടോ എന്ന്. കാലങ്ങളായിട്ട് ഞാനല്ലേ അമ്മയെ നോക്കുന്നത്, നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ എന്ന്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് തമ്മിൽ അവർ വഴക്കിടുന്നു. ആ സമയം തന്നെ കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. 3 വർഷം മുമ്പ് എന്തുകൊണ്ടാണ് സ്വാതി അമ്മയുമായിട്ട് വഴക്കിട്ട് പോയതെന്നാണ് കാണിക്കുന്നത്. അമ്മയ്ക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത സമയത്ത് സ്വാതിയും ഹസ്ബൻഡ് മൽഹാറും ഇവരെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കോവിഡ് ഒക്കെ വന്ന് ലോക്ക്ഡൌൺ കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ മൽഹാറിന്റെ ബിസിനസ്സിലും ഒരുപാട് നഷ്ടം വന്നിരിക്കുന്ന സമയമായിരുന്നു അത്. സ്വാതിക്കും അവളുടെ അമ്മയ്ക്കും ഇടയിൽ വഴക്കുണ്ടാകാനുള്ള മെയിൻ കാരണം എന്തെന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ ഇവരുടെ അച്ഛൻ മരിച്ചുപോയെന്നാണ് അവരുടെ അമ്മ സ്വാതിയോടും സരികയോടും പറഞ്ഞിരുന്നത്. എന്നാൽ കുറച്ച് വർഷം മുമ്പ് സ്വാതിയുടെ വിവാഹ ദിവസത്തിന്റെ അന്ന് ആ ആൾക്കൂട്ടത്തിനിടയിൽ അവൾ തന്റെ അച്ഛനെ കണ്ടു. ആ കാര്യം അവളുടെ അമ്മയോട് പറഞ്ഞപ്പോൾ അവളുടെ അമ്മ നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. നിങ്ങളുടെ അച്ഛൻ 10-20 വർഷം മുമ്പേ മരിച്ചു പോയതാ, പിന്നെ എങ്ങനെ അയാൾ തിരിച്ചു വരുമെന്ന് ചോദിച്ചു. ആക്സിഡന്റിലല്ലേ മരിച്ചത്, ബോഡി പോലും കിട്ടിയില്ലല്ലോ എന്നാണ് സ്വാതി ചോദിക്കുന്നത്. ചിലപ്പോൾ അച്ഛൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും. എന്നാൽ അവളുടെ അമ്മ വീണ്ടും അത് നിഷേധിക്കുന്നു. എല്ലാം നിന്റെ തോന്നലാണ്, മരിച്ചുപോയ ഒരാൾ ഒരിക്കലും തിരിച്ചു വരില്ല. അതിന്റെ പേരിലായിരുന്നു അവർക്കിടയിലും പ്രശ്നം ഉണ്ടായത്. സ്വാതി അച്ഛനെ കണ്ടു എന്ന് പറഞ്ഞ കാര്യം സരികയും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം നിന്റെ തോന്നലാണെന്ന് തന്നെയായിരുന്നു സരികയും പറഞ്ഞത്. നിന്റെ ഈ തോന്നലുകളൊക്കെ എന്നോട് പറയാനാണെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് അവളുടെ അമ്മ അന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ 3 വർഷം അവൾ അമ്മയെ കാണാൻ വരാതിരുന്നത്. അങ്ങനെ കഥ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുകയാണ്. 3 വർഷം അമ്മയുടെ കാര്യങ്ങളൊന്നും സ്വാതി ശ്രദ്ധിക്കാത്തത് കാരണം എല്ലാം സരു ഒറ്റയ്ക്കായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ആ ഫ്രസ്ട്രേഷൻ എല്ലാം തന്നെ അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. തൽക്കാലം എന്തായാലും അവരുടെ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കി. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. പണ്ട് മുതലേ എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരുന്ന സിബ്ലിംഗ്സ് ആയിരുന്നു അവർ രണ്ടുപേരും. എന്നാൽ പതിയെ അമ്മയ്ക്ക് വേണ്ടി അവർ ക്ലോസ് ആകാൻ തുടങ്ങി. എന്നാലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ വഴക്കിടുമായിരുന്നു. ഇവർ രണ്ടുപേരും ഇങ്ങനെ വഴക്കിടുന്നത് കാണുന്നത് തന്നെ അവരുടെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. സരികയുടെ ഫ്രണ്ടായിരുന്നു ഗന്ധർവൻ. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് അവർ പല ഇൻവെസ്റ്റേഴ്സിനെയും കാണുന്നുണ്ടായിരുന്നു. ഏകദേശം എല്ലാം ശരിയായിരിക്കുകയാണ്. അങ്ങനെ ഗന്ധർവൻ വീട്ടിലേക്ക് വന്നപ്പോൾ അയാൾക്ക് ചായ ഇട്ട് കൊടുക്കാൻ പാല് വാങ്ങിക്കാനായിട്ട് സ്വാതി പുറത്തേക്ക് ഇറങ്ങി. ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഗന്ധർവനും പുറത്തേക്ക് ഇറങ്ങുന്നു. അവളോട് അവളുടെ ജോലിയെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. തങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ പറ്റിയും ഗന്ധർവൻ അവളോട് പറയുന്നു. ആ സമയം പെട്ടെന്ന് മഴ പെയ്യുകയും വഴിയരികില് നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന ഒരു ചെറിയ പട്ടിക്കുട്ടിയെ ഗന്ധർവൻ കാണുകയും ചെയ്തു. അയാൾ പെട്ടെന്ന് തന്നെ അതിനെ കയ്യിലെടുത്തിട്ട് പറയുന്നുണ്ട്, നമുക്കിതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന്. അമ്മയ്ക്ക് നായ്ക്കളെ ഒന്നും ഇഷ്ടമാകില്ല, അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് സ്വാതി പറയുന്നു. എന്നാൽ ഗന്ധർവൻ പറയുന്നുണ്ട്, എന്റെ മകൾ പ്രാജ്ഞയ്ക്ക് പിറന്നാൾ സമ്മാനമായിട്ട് ഈ നായ്ക്കുട്ടിയെ കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അവളുടെ പിറന്നാൾ വരുന്നതിന്റെ അന്ന് വരെ തൽക്കാലം ഈ നായ്ക്കുട്ടിയെ നിങ്ങളുടെ വീട്ടിൽ നിർത്താമോ എന്ന്. ഒടുവിൽ സ്വാതി അതിനെ സമ്മതിച്ചു. വീട്ടിൽ കൊണ്ടു ചെന്നപ്പോൾ ആദ്യമൊക്കെ ഇവരുടെ അമ്മ അതിനെ എതിർത്തെങ്കിലും പതിയെ അവർക്കും ആ നായ്ക്കുട്ടിയെ ഇഷ്ടമായി. ഹോസ്പിറ്റലിൽ നിന്ന് വർക്ക് ഫ്രം ഹോം എടുത്താണ് സ്വാതി ഇവിടേക്ക് വന്നത്. പക്ഷെ ഇടയ്ക്കാകട്ടെ അവളുടെ ബോസ് അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ പൂനെയിൽ എത്തിയിട്ടുണ്ട്. US മീറ്റിംഗിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, എപ്പോഴാ കാണാൻ പറ്റുന്നതെന്ന്. എന്നാൽ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, അമ്മയ്ക്ക് തീരെ സുഖമില്ല, ഞാൻ കുറച്ച് ബിസിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒഴിവാകാൻ ശ്രമിച്ചെങ്കിലും അയാളെ വിട്ടില്ല. നിർബന്ധപൂർവ്വം അയാൾ അവളെ കാണാൻ വിളിക്കുന്നു. US പോകുന്നതിനെ സംബന്ധിച്ച് വീണ്ടും അവളോട് സംസാരിക്കുന്നുണ്ട്. അവൾക്കാകട്ടെ അയാളുടെ അടുത്ത് ഇരിക്കാനോ സംസാരിക്കാനോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവളെ ഡ്രിങ്ക്സ് കഴിക്കാൻ അയാൾ നിർബന്ധിക്കുകയായിരുന്നു. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ചു നേരമൊക്കെ അവൾ അവിടെ ഇരുന്നു. എന്നാൽ ഒരുപാട് ലേറ്റായി തനിക്ക് പോകണമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി. ആ സമയം ഇവിടെ സരികയ്ക്ക് ആരുടെയോ കോള് വരുന്നുണ്ട്. ആ കോള് വന്ന ശേഷം അവൾ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ആകെ സങ്കടപ്പെട്ട് ഒരിടത്ത്
അടുത്ത് പോയി കിടക്കുന്നു. ബോസിന്റെ സംസാരവും രീതികളും എല്ലാം അതിരുവിട്ടത് കാരണം സ്വാതി വല്ലാത്ത വിഷമത്തിലായിരുന്നു. അവൾ മൽഹാറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ബോസിന്റെ കാശ് കൊടുക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്ന്. എന്നാൽ ബോസ് തന്നോട് മോശമായിട്ട് പെരുമാറുന്ന കാര്യങ്ങളൊന്നും തന്നെ മൽഹാറിനോട് അവൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ കാശ് കൊടുക്കാത്ത കാലം ഇത്രയും അയാൾ അവളെ ടോർച്ചർ ചെയ്യുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ആ സമയത്ത് നന്നായിട്ട് മഴ പെയ്യുന്നത് കാരണം ക്യാബൊന്നും വരുന്നുമില്ല. അവൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റാതെ ആ റെസ്റ്റോറന്റിന് പുറത്തു തന്നെയായിരുന്നു അവൾ നിൽക്കുന്നത്. ബോസ് വീണ്ടും വന്ന് അവളോട് പറയുന്നുണ്ട് എന്തിനാ അവിടെ നിൽക്കുന്നത്, എന്റെ കൂടെ റൂമിലേക്ക് വാ, അവിടെ റെസ്റ്റ് ചെയ്യാമെന്നൊക്കെ. മഴ തോർന്നു കഴിയുമ്പോഴേക്കും ക്യാബൊക്കെ അവൈലബിൾ ആയിരിക്കുമെന്ന്. എന്നാൽ പലതവണ അവൾ എതിർത്തെങ്കിലും അയാളെ നിർബന്ധിക്കാൻ ആരംഭിച്ചു. അയാളുടെ അടുത്ത് നിന്ന് കാശും വാങ്ങിയിട്ട് അയാളോട് ദേഷ്യപ്പെടാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു അവൾക്ക്. അയാൾ നിർബന്ധിച്ച് അവളെ അയാളുടെ റൂമിലേക്ക് കൊണ്ടുപോയി. എന്നാൽ പോകുന്ന വഴിക്ക് അവൾ പലതവണ സരികയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, നീ അർജന്റായിട്ട് എന്നെ കാൾ ചെയ്യണം, ഒട്ടും താമസിക്കരുത്, പെട്ടെന്ന് കാൾ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവളുടെ കോള് വന്നു കഴിയുമ്പോൾ ആ കാരണം പറഞ്ഞിട്ട് സ്വാതിക്ക് രക്ഷപ്പെടാനായിരുന്നു. പക്ഷെ ഓൾറെഡി സരിക വേറെന്തോ കാര്യമായിട്ട് ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് കിടക്കുന്നത് കാരണം സ്വാതിയുടെ മെസ്സേജ് ഒന്നും ശ്രദ്ധിച്ചില്ല. അതിന് റിപ്ലൈ കൊടുക്കാനും നിന്നില്ല. റൂമിലെത്തിയെങ്കിലും അയാൾ ആദ്യമൊന്നും തന്നെ അവളോട് മോശമായിട്ട് പെരുമാറിയില്ല. കാര്യമായിട്ട് തന്നെ സംസാരിക്കുകയായിരുന്നു. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെ പൂർണ്ണ വിശ്വാസമാണെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അധിക നേരം അവിടെ ഇരിക്കുന്നത് പന്തിയിലാന്ന് തോന്നിയത് കാരണം മഴ തോർന്ന ഉടനെ അവൾ പെട്ടെന്ന് അവിടെ ഒന്നും ഇറങ്ങി. എന്നാലും താൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷൻ എല്ലാം തന്നെ അവളെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു. ആകെ സങ്കടപ്പെട്ടാണ് അവൾ ഓട്ടോയില് വീട്ടിലേക്ക് എത്തിയത്. അർജന്റായിട്ട് എന്നെ കോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ട് നീ എന്താ റിപ്ലൈ തരാഞ്ഞെന്ന് സ്വാതി സരികയോട് ചോദിച്ചപ്പോൾ സരിക ദേഷ്യപ്പെടുന്നു. എപ്പോ നോക്കിയാലും നിങ്ങൾ രണ്ടുപേരും എന്നെ എന്തിനെങ്കിലുമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അമ്മയുടെ കാര്യങ്ങളും നിന്റെ കാര്യങ്ങളും എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെക്കാളൊന്നും മൂത്തതല്ല, നിങ്ങളെക്കാളൊക്കെ ഇളയതാണ്. എപ്പോഴും നിങ്ങൾ എന്തിനാ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എനിക്കും എന്റെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാകും, പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാകും. അതൊക്കെ കൈകാര്യം ചെയ്യാനെങ്കിലും എനിക്ക് കുറച്ച് സമയം തരണം. എപ്പോ നോക്കിയാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമേ സോൾവ് ചെയ്യാൻ എനിക്ക് ടൈമുള്ളൂ. അതും പറഞ്ഞിട്ടാണ് സരിക ദേഷ്യത്തിൽ പോയത്. അപ്പോൾ സ്വാതിക്ക് മനസ്സിലായി അവൾക്കെന്തോ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെന്ന്. അന്ന് രാത്രി വെറുതെ സ്വാതിയാകട്ടെ തന്റെ പഴയ വിവാഹ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. ആ വീഡിയോയ്ക്കിടയിൽ അവൾ പെട്ടെന്ന് അവളുടെ അച്ഛന്റെ ഫേസ് കാണുന്നു. ഒരു ചെറിയ സെക്കൻഡേക്ക് മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ. അവൾ പോസ് ചെയ്ത് ഒന്നുകൂടി കൺഫേം ചെയ്ത് നോക്കുന്നു. അതോടുകൂടി അവൾക്ക് ഉറപ്പായി താൻ വിവാഹത്തിന്റെ അന്ന് ശരിക്കും കണ്ടത് അച്ഛനെ തന്നെയായിരുന്നുവെന്ന്. താൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. അവൾ ഞെട്ടിത്തെറിച്ച് ടിവിയിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് സരികയും വരുന്നത്. സരികയും ആ പിക്ചർ കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. അതോടെ അവൾക്ക് മനസ്സിലായി സ്വാതി ഒന്ന് പറഞ്ഞത് സത്യമായിരുന്നുവെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡന്റിൽ മരിച്ചുപോയെന്ന് പറഞ്ഞ തങ്ങളുടെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവരുടെ അമ്മ കള്ളം പറഞ്ഞു? ഇത്രയും കാലം എന്തുകൊണ്ട് അച്ഛനിൽ നിന്ന് ഇവരെ അകറ്റി നിർത്തി? വിവാഹത്തിന്റെ അന്ന് നടന്ന സംഭവങ്ങളെ പറ്റി ഇവർ ആലോചിക്കുന്നു. അന്ന് സ്വാതിയുടെ വിവാഹത്തിരക്കുകളിലായിരുന്നു എല്ലാവരും. അതിനിടയ്ക്ക് പെട്ടെന്ന് ഇവരുടെ അമ്മ തല കറങ്ങി വീണു. എന്നാൽ വിവാഹത്തിരക്കുകളുടെ ഓട്ടത്തിനിടയിൽ ഭക്ഷണം കഴിക്കാൻ മറന്നത് കാരണം ഷുഗർ ലോയായി വീണെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നിടയിൽ ആ ആൾക്കൂട്ടത്തിനിടയിൽ സ്വാതി തന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ കുറച്ചുനേരം നിസ്സഹായനായി അവരെ നോക്കി നിന്ന ശേഷം അവിടെ ഒന്നും പോകുന്നതാണ് സ്വാതി കണ്ടത്. തന്റെ അമ്മ ശരിക്കും അച്ഛനെ കണ്ടിട്ടാണോ ബോധം കെട്ട് വീണത്, അതോ ഷുഗർ ലോ ആയിട്ടാണോ ബോധം കെട്ട് വീണതെന്ന് സ്വാതിക്ക് ഡൗട്ട് തോന്നി. സ്വാതി അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ അച്ഛനെ കണ്ടായിരുന്നു എന്ന്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്നാണ് അവളുടെ അമ്മ തിരിച്ചു ചോദിച്ചത്. ഞാൻ അച്ഛനെ കണ്ടു എന്ന് സ്വാതി പറയുന്നു. എന്നാൽ ഇത് കേട്ട് സരികയും ദേഷ്യപ്പെടുന്നു. നിനക്ക് തോന്നിയതാകാം, മരിച്ചുപോയ ഒരാള് എങ്ങനെ തിരിച്ചു വരും? അവളുടെ അമ്മയും പറയുന്നത് എല്ലാം നിന്റെ തോന്നലാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആള് എങ്ങനെ തിരിച്ചു വരാനാണ്? എന്നാൽ ആക്സിഡന്റ് പറ്റി മരിച്ചുപോയിട്ട് ബോഡി കിട്ടിയില്ല എന്നല്ലേ അമ്മ പറഞ്ഞത്? ചിലപ്പോ അച്ഛൻ മരിച്ചില്ലെങ്കിലോ ജീവനോടെ ഉണ്ടെങ്കിലോ? എന്നാൽ അവളുടെ അമ്മ പറയുന്നുണ്ട്, നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട, നിന്റെ അച്ഛൻ മരിച്ചു പോയത് തന്നെയാണെന്ന്. അന്നു മുതലേ അവൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു താൻ കണ്ടത് സത്യമാണോ അല്ലയോ എന്ന്. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ അവൾ കണ്ടത് സത്യമാണെന്ന് ഉറപ്പായി. ഇതോടെ സരികയ്ക്കും ദേഷ്യം വരാൻ ആരംഭിച്ചു. തങ്ങളുടെ അമ്മ ഇത്രയും കാലം തങ്ങളോട് കള്ളം പറയുകയായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ അച്ഛനില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രഗിൾ എല്ലാം നമ്മൾ അനുഭവിക്കാൻ കാരണം നമ്മുടെ അമ്മയാണ്. അവർ ഇത്രയും കാലം നമ്മളോട് ഇതെല്ലാം മറച്ചു വെച്ചു. ഞാൻ എന്തായാലും അമ്മയോട് ചോദിക്കാൻ പോകുക. എന്നാൽ സ്വാതി സരികയെ തടയുന്നു. അമ്മയുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പോൾ അമ്മയെ മാനസികമായിട്ട് തളർത്താതിരിക്കുന്നതാ നല്ലതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നീ ഇപ്പൊ ഇതൊന്നും ചോദിക്കണ്ട. എന്നാൽ ഇവർ മരിക്കുന്നതിന് മുമ്പെങ്കിലും നമുക്ക് സത്യം അറിയണ്ടേ, ഇതൊക്കെ ചോദിക്കണ്ടേ എന്നായിരുന്നു സരിക പറയുന്നത്. അതിനൊക്കെ സമയമുണ്ടാകുമെന്ന് സ്വാതി അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ഇതെല്ലാം അമ്മ കേൾക്കാതെ സൗണ്ട് താഴ്ത്തിയായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ചു കഴിയുമ്പോഴേക്കും അവരുടെ അമ്മയുടെ കണ്ടീഷൻ വീണ്ടും സീരിയസ് ആകുന്നു. രണ്ടുപേരും ടെൻഷനോടുകൂടി അമ്മയെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ബോധം വന്നു കഴിയുമ്പോൾ ഇവരുടെ അമ്മ ഇവർ രണ്ടുപേരോടും പറയുന്നുണ്ട്, എനിക്കിനി നിങ്ങളെ രണ്ടുപേരെയും ബുദ്ധിമുട്ടിക്കാൻ വയ്യ. ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാശുണ്ട്, അത് വെച്ചിട്ട് ഇനിയുള്ള കാലം എന്നെപ്പോലുള്ള ആൾക്കാരെ നോക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെയാകുമ്പോൾ നേഴ്സുമാരും ഡോക്ടേഴ്സും എല്ലാം ഉണ്ടാകും. എന്റെ കണ്ടീഷൻ പോകെ പോകെ വളരെ മോശമായിട്ട് വരുമെന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നത്. എന്റെ മെമ്മറി ലോസ് ആകും, ശരീരത്തിന്റെ പല ഭാഗങ്ങളും അനക്കാൻ പറ്റാതെയാകും, ഒരു ഹെൽപ്പില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതാവും. നിങ്ങൾ രണ്ടുപേരും എന്നെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പോയി കിടക്കുന്നത് തന്നെ നല്ലത്. അതാവുമ്പോൾ എനിക്ക് വേണ്ടി നിങ്ങളും കാശ് ചെലവാക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇൻഷുറൻസും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ സ്വാതിക്കും സരികയ്ക്കും ആദ്യം ഇതിലെല്ലാം തന്നെ എതിർപ്പായിരുന്നു. പക്ഷെ അവരുടെ അമ്മ അവരെ നിർബന്ധിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ അവർ സമ്മതിച്ചു. എന്നാൽ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മാസമെങ്കിലും തന്റെ രണ്ട് മക്കളുടെയും കൂടെ നിന്നിട്ട് പോകാനായിരുന്നു ആ അമ്മ ആഗ്രഹിച്ചത്. സ്വാതിയുടെ അമ്മ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ട് മൽഹാറും അവരെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ മൽഹാർ ഇപ്പോഴും ബിസിനസ്സിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ സ്വാതി
സ്വാതിയോട് കുറച്ച് കാശ് കടം ചോദിക്കുന്നു. സ്വാതി അയാളോട് തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ കാശിന് വേണ്ടിയാണോ വന്നത്, അതോ ശരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടേക്ക് വന്നതെന്ന്. അത് കേട്ടതും അയാൾ വല്ലാതെ വിഷമിക്കുന്നു. അയാൾ പറയുന്നുണ്ട്, എനിക്ക് കാശ് വേണ്ട എന്ന്. ഞാൻ ശരിക്കും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഇവിടേക്ക് വന്നത്. എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാകും. ഞാൻ നിന്നെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. സാധാരണ നീ എനിക്ക് എല്ലാ ദിവസവും മെസ്സേജ് അയക്കുമായിരുന്നു, ഞാൻ കഴിച്ചോ എന്തടിക്കാന്നൊക്കെ ചോദിച്ചിട്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ആ മെസ്സേജ് ഒന്നും കണ്ടില്ല. എനിക്ക് ശരിക്കും വിഷമമായി. നീ ഓക്കെ ആണോന്ന് അറിയാതെ ഞാൻ വല്ലാതെ സങ്കടത്തിലായിരുന്നു. അതുകൊണ്ട് നിന്നെ നേരിട്ട് കണ്ട് ഒന്ന് കെട്ടിപ്പിടിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ കാശിന് വേണ്ടി മാത്രമല്ല. അതെല്ലാം കേട്ടതോടുകൂടി സ്വാതിക്ക് മനസ്സിലായി മൽഹാര തന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളായിരുന്നു അവർക്കിടയിലെ അകൽച്ചയ്ക്കെല്ലാം കാരണം. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കുറച്ചുനേരം കരയുന്നു. അന്ന് വൈകുന്നേരം സരികയും സ്വാതിയും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് സരിക സ്വാതിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് മൽഹാറിനും ഇടയിൽ എല്ലാം ഓക്കെ ആണോ എന്ന്. ഞങ്ങൾക്കിടയിൽ ഒന്നും ഓക്കെ അല്ലായിരുന്നു, പക്ഷെ പതിയെല്ലാം ശരിയാവുമെന്നാണ് സ്വാതി പറയുന്നത്. നീ എന്തുകൊണ്ടാ ആരെയും ഡേറ്റ് ചെയ്യാത്തെന്ന് ചോദിക്കുമ്പോൾ സരിക പറയുന്നുണ്ട്, അതിനൊക്കെ എവിടെയാ സമയമെന്ന്. അമ്മയുടെ കാര്യങ്ങളും നോക്കി തന്റെ കരിയർ എവിടെയെങ്കിലും എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു സരിക. അതിനിടയിൽ ഡേറ്റിങ്ങിനൊന്നും അവൾക്ക് സമയം കിട്ടിയില്ല. നീ ഓക്കെ ആണോ, നിനക്ക് എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നമുണ്ടോ എന്ന് സ്വാതി ചോദിച്ചതോടുകൂടി സരിക തന്റെ മനസ്സിലെ ബുദ്ധിമുട്ടുകളെല്ലാം അവളോട് തുറന്നു പറയുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് അവൾക്ക് യുഎസിൽ നിന്നും ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ജോലിയാണ്, പക്ഷേ വിസയ്ക്കും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് കുറച്ച് കാശൊന്ന് കൊടുക്കണമായിരുന്നു. ആ സമയത്ത് സ്വാതിയുടെ അടുത്ത് സരിക കാശ് കടം ചോദിച്ചിരുന്നു. അന്ന് സ്വാതി കുറച്ച് കാശ് അയച്ചു കൊടുത്തിരുന്നു. പക്ഷെ അതിൽ കൂടുതൽ കാശിന്റെ ആവശ്യം സരികയ്ക്കുണ്ടായിരുന്നു. അത് കാരണം അന്ന് അവൾക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവൾ ഗന്ധർവന്റെ കൂടെ ചേർന്നിട്ട് ഈ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാൻ ആരംഭിച്ചത്. ഇപ്പോൾ ആകട്ടെ ഒരു ഇൻവെസ്റ്ററും വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 4 തീയതിയാണ് ആ ഇൻവെസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗ്. പക്ഷെ അതേസമയം തന്നെ ആ യുഎസിൽ നിന്നുള്ള പ്രപ്പോസൽ വീണ്ടും അവളെ തേടിയെത്തി. അവൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത കൺഫ്യൂഷനിലായിരുന്നു. യുഎസിലേക്ക് പോകണോ അതോ ഗന്ധർവന്റെ കൂടെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകണോ എന്ന്. കാരണം ഇതിലൊന്നും മാത്രമേ നടക്കൂ. യുഎസിലേക്ക് പോകാനുള്ള മീറ്റിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് 4 തീയതിയാണ്. അതേ 4 തീയതി തന്നെയാണ് ഇവരുടെ സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള മീറ്റിംഗും. ഏതിനു പോകുമെന്നറിയാത്ത കൺഫ്യൂഷനിലായിരുന്നു അവൾ. എന്നാൽ എല്ലാം ശരിയാകുമെന്ന് സ്വാതി അവളെ സമാധാനിപ്പിക്കുന്നു. പതിയെ പതിയെ ഇവർക്കിടയിലെ വഴക്കുകളൊക്കെ മാറി ഇവർ രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഇവർ അമ്മയുടെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുകയും ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ സരിക ഗന്ധർവനുമൊത്ത് ആ സ്റ്റാർട്ടപ്പിന്റെ കാര്യമായിട്ട് പോകുന്നുണ്ട്. യുഎസിലെ തന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് ആ ദിവസത്തിൽ നിന്നും ഒന്ന് മാറ്റാൻ പറ്റുമെന്ന് അവൾ പലതവണ അവരോട് റിക്വസ്റ്റ് ചെയ്തു. എന്നാൽ അതും അന്ന് തന്നെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഏത് മീറ്റിംഗിന് പോകണമെന്ന്. യുഎസിന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ ഗന്ധർവനെ ചതിക്കേണ്ടി വരും. അയാളാകട്ടെ അവളെ വിശ്വസിച്ചാണ് ഈ സ്റ്റാർട്ടപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇവരുടെ അമ്മ ഹേമയാകട്ടെ പല കാര്യങ്ങളും മറന്നു തുടങ്ങിയിരുന്നു. അവരുടെ ഓർമ്മശക്തിയെ അവരുടെ ക്യാൻസർ വല്ലാതെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരിപ്പോൾ ആ നായ്ക്കുട്ടിയുടെ കൂടെ വളരെയധികം ക്ലോസ് ആയിരുന്നു. ഗന്ധർവനാകട്ടെ തന്റെ മകൾക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നായ്ക്കുട്ടി തിരികെ വാങ്ങാൻ വന്നതാണ്. എന്നാലും നിങ്ങളുടെ അമ്മയ്ക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് ഗന്ധർവൻ പറയുന്നു. അവരും പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ മകളുടെ കയ്യിൽ ഈ നായ്ക്കുട്ടി കൊടുക്കുന്ന സമയത്ത് എന്നെ ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ മാത്രം മതി. അവളുടെ സന്തോഷം എനിക്കൊന്ന് കാണാനാണെന്ന്. ഗന്ധർവൻ അവിടെ ഒന്ന് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് ഒരു വിസിറ്റർ വരുന്നുണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, സ്വാതിയുടെ ആ ബോസ് ആയിരുന്നു. സ്വാതി ആകെ ഡിസ്റ്റർബ്ഡ് ആയി. സ്വാതിയുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഒന്ന് കാണാൻ വന്നതാണെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. എന്നാൽ നിങ്ങൾ വീണ്ടും പൂനെയിലേക്ക് വന്നത് എന്താണെന്ന് സ്വാതി ചോദിക്കുമ്പോൾ ഞാൻ വേറൊരു ആവശ്യമായിട്ട് വന്നതാ, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. എന്നാൽ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ കൈകാര്യം ചെയ്തിരുന്നേനെ, സാറ് വെറുതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് അവൾ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ നിന്നെയും കൂടി കാണാൻ വന്നതാണെന്ന്. സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സരിക പോയി കിടന്നുറങ്ങി. ബോസും സ്വാതിയും ബാൽക്കണിയിൽ നിൽക്കുകയാണ്. അയാളാകട്ടെ അവളുടെ ശരീരത്തിൽ അനാവശ്യമായി തൊടാൻ ആരംഭിച്ചു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ നിസ്സഹായയായി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ അമ്മ അവളെ വിളിക്കുന്നുണ്ട്. അത് കാരണം പെട്ടെന്ന് അയാളുടെ അടുത്തുനിന്നും അവൾ അമ്മയുടെ അടുത്തേക്ക് എത്തി. പിന്നീട് അധിക നേരം ബോസ് അവിടെ നിന്നതുമില്ല. അയാൾ പെട്ടെന്ന് അവിടെ നിന്നും പോയി. പക്ഷേ ഇവരുടെ അമ്മയാകട്ടെ സരികയെ വിളിച്ചുണർത്തുന്നു. പെട്ടെന്ന് നീ ഇങ്ങോട്ടൊന്ന് വരാൻ പറയുന്നു. എന്തിനാ വിളിക്കുന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും ഒരു സത്യം പറയണമെന്നാണ്. അച്ഛനെ പറ്റിയുള്ള സത്യമായിരിക്കാമെന്ന് അവർ ഊഹിച്ചു. അവരുടെ ഊഹവും ശരിയായിരുന്നു. അവരുടെ അമ്മ അവരോട് പറയുന്നുണ്ട്, സ്വാതി വിവാഹത്തിന്റെ അന്ന് കണ്ടത് ഹാലൂസിനേഷൻ ഒന്നുമല്ല, തോന്നലും അല്ല. നിങ്ങളുടെ അച്ഛനെ തന്നെയാണ് നിങ്ങൾ കണ്ടത്. അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അമ്മയുടെ വായിൽ നിന്ന് ആ സത്യം കേട്ടതോടുകൂടി ഇവർ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് തങ്ങളെ അച്ഛനിൽ നിന്നും അകറ്റിയതെന്ന് അവർ ചോദിക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു സത്യമാണ് അവരുടെ അമ്മ അവരോട് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദീപാവലി ദിവസം സ്വാതിയും സരികയും അന്ന് ചെറിയ പെൺകുട്ടികളാണ്. ദീപാവലി പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ അച്ഛൻ മധുവും അവരുടെ കൂടെ നിന്ന് പടക്കങ്ങൾ പൊട്ടിക്കുകയായിരുന്നു. എന്നാൽ ഒരു പടക്കത്തിന് തീ കൊളുത്താൻ വേണ്ടിയിട്ട് സ്വാതിയുടെ അടുത്തേക്ക് പോയി നിന്ന് അവളുടെ ഇടുപ്പിലേക്ക് കൈവച്ചുകൊണ്ടായിരുന്നു അയാൾ തീ കൊളുത്തിക്കൊണ്ടുവന്നത്. പക്ഷെ അടുത്ത നിമിഷം അയാൾക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യാൻ തുടങ്ങി. സ്വന്തം മകളുടെ ഇടുപ്പിൽ കൈവച്ചപ്പോൾ അയാൾക്കൊരു സെക്ഷൽ അട്രാക്ഷൻ അവളോട് തോന്നാൻ തുടങ്ങി. അയാൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പടക്കം പൊട്ടാൻ തുടങ്ങിയതും സ്വാതി ഒരിടത്തേക്ക് ഓടി മാറി. അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ സ്വാതിയുടെ അടുത്തേക്ക് വീണ്ടും ചെന്നപ്പോൾ പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ട് സ്വാതി അയാളെ കെട്ടിപ്പിടിക്കുന്നു. ആ സമയം അയാളുടെ ഉള്ളിലെ കാമം വീണ്ടും ഉണരാൻ തുടങ്ങി. അയാളും അവളെ മറ്റൊരു രീതിയിൽ കെട്ടിപ്പിടിക്കാനും അവളുടെ ബോഡിയിൽ ടച്ച് ചെയ്യാനും ആരംഭിച്ചു. ഒരച്ഛന്റെ വാത്സല്യവും സ്നേഹമാണെന്ന് കരുതിയിട്ട് സ്വാതിയും അയാളെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ അത് കണ്ടുകൊണ്ടുവന്ന ഹേമയ്ക്ക് മനസ്സിലായി ഇത് നോർമൽ അല്ല എന്ന്. അയാളുടെ രീതികളും അയാളുടെ ടച്ചും ഒന്നും തന്നെ ഒരു മകളോടെന്നുള്ള രീതിയിലായിരുന്നില്ല.
പാടില്ല. പെട്ടെന്ന് ഹേമയാകട്ടെ തന്റെ മക്കളോട് അകത്തേക്ക് കയറിപ്പോകാൻ പറയുന്നു. അവർ മധുവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ കാണിച്ചത് എന്താണെന്ന്. എന്നാൽ മധു പറയുന്നുണ്ട് തനിക്ക് എന്താ സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ല എന്ന്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, പക്ഷെ ഈയിടെയായിട്ട് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്താ സംഭവിക്കുന്നതെന്ന് തനിക്ക് പോലും അറിയില്ല. ഹേമ പറയുന്നുണ്ട് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. നിങ്ങളെ വിശ്വസിച്ച് എന്റെ മക്കളെയും കൊണ്ട് ഒരേ വീട്ടിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല. എന്നാൽ മധു പറയുന്നുണ്ട് എല്ലാം ശരിയാകും, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാൽ ഹേമയ്ക്ക് വിശ്വാസമില്ലായിരുന്നു. ഹേമയുടെ കണ്ണു തെറ്റുന്ന ഒരു നിമിഷം മതി എന്ത് സംഭവിക്കാൻ. നിങ്ങൾ എന്റെ മക്കളുടെ അടുത്ത് മാത്രമല്ല വേറെ കുട്ടികളുടെ അടുത്ത് നിങ്ങൾ പോകാൻ പാടില്ല. അവർക്ക് ഒരു വലിയ ട്രോമയായിരിക്കും നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ തമ്മിൽ കാണാൻ പാടില്ലെന്നും രണ്ടുപേരും രണ്ടിടത്ത് ജീവിക്കുന്നതാ നല്ലതെന്നും ഹേമ പറയുന്നു. പക്ഷെ ഞാൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ മക്കളോട് എന്ത് പറയുമെന്ന് ചോദിക്കുമ്പോൾ ഹേമ പറയുന്നത് നിങ്ങൾ മരിച്ചുപോയി എന്ന് ഞാൻ അവരോട് പറയും. നിങ്ങൾ പോയി ഏതെങ്കിലും ഡോക്ടറെ കാണുന്നതാ നല്ലത്. നിങ്ങൾ മൂലം പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും പറഞ്ഞിട്ട് സ്വന്തം അച്ഛനിൽ നിന്നും തന്റെ 2 പെൺമക്കളെയും രക്ഷിക്കുകയായിരുന്നു ആ അമ്മ. ഈ സത്യങ്ങളൊക്കെ കേട്ട് ശരിക്കും സ്വാതിയും സരികയും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. അവർക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല സ്വന്തം അച്ഛൻ തങ്ങളോട് ആ രീതിയിൽ പെരുമാറിയോ എന്ന്. അന്ന് ഇവരുടെ അമ്മയും അച്ഛനും ചേർന്ന് ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു അത്. അയാൾക്ക് അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അയാളും തന്റെ പെൺമക്കളിൽ നിന്നും അകന്നു നിന്നത്. അവരുടെ അമ്മ സങ്കടത്തോടു കൂടി അവരോട് പറയുന്നുണ്ട് അന്ന് ഞാനെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ അയാൾക്ക് ഒരു ചാൻസ് കൂടി എനിക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് ആ റിസ്ക് എടുക്കാൻ തോന്നിയില്ല. അന്ന് അയാൾ നിങ്ങളോട് ചെയ്തതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിന് കാരണം നിങ്ങൾ വെറും കൊച്ചു കുട്ടികളായിരുന്നതുകൊണ്ടാ. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഇത്രയും പ്രായമായി. ഇന്ന് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എന്നിട്ടും സ്വാതി അവളുടെ ബോസ് ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് താൻ കാണുകയും ചെയ്തു എന്ന് അവളുടെ അമ്മ പറയുന്നു. അത് കണ്ടുകൊണ്ടാണ് സ്വാതി രക്ഷിക്കാൻ വേണ്ടി ആ സമയം അവർ അകത്തേക്ക് വിളിച്ചതും. നിനക്ക് നിന്റെ ബോസിന്റെ അടുത്ത് നിന്നും രക്ഷപ്പെടാൻ സാധിക്കാത്തതിന് കാരണം അയാൾക്ക് നീ കൊടുക്കാനുള്ള കാശാണെന്ന് എനിക്ക് മനസ്സിലായി. ഒന്നിന്റെ പേരിലും ആരും നിങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. പണ്ട് നിങ്ങളുടെ അച്ഛനിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചത് മറ്റൊരാളുടെ മുന്നിൽ കൊണ്ടുപോയി നിങ്ങളെ ഇട്ടുകൊടുക്കാനല്ല. അതുകൊണ്ട് ഒരാളുടെയും ചൂഷണത്തിന് നിങ്ങൾ ഇരയാകാൻ പാടില്ല എന്നും അവരുടെ അമ്മ പറയുന്നു. ആ കാശ് തിരിച്ചു കൊടുക്കാത്തതാണ് അയാൾ നിന്നോട് മോശമായിട്ട് പെരുമാറുന്നതിന് കാരണമെങ്കിൽ അത് ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കണം. താനും മൽഹാറും അതിന് തന്നെയാ ശ്രമിക്കുന്നതെന്ന് സ്വാതി പറയുന്നു. അന്ന് രാത്രി അവർ 3 പേരും കെട്ടിപ്പിടിച്ചിരുന്ന് ഒരുപാട് കരഞ്ഞു. അതിനുശേഷം എല്ലാവരും പോയി കിടന്നുറങ്ങി. എന്നാൽ പിറ്റേന്ന് രാവിലെ അവർ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും അവരുടെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അവരാകെ തകർന്നുപോയി. പിന്നീട് കാണിക്കുന്നത് അമ്മയുടെ മരണാനന്തര ചടങ്ങുകളാണ്. വിവരമറിഞ്ഞ് മൽഹാറും അവിടേക്ക് എത്തി. സ്വാതി ഓടിപ്പോയി അയാളെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുന്നു. അവരുടെ മരണാനന്തര ചടങ്ങനുസരിച്ച് അവരുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നെറ്റിയിൽ ചുവന്ന പൊട്ടായിരുന്നു വെക്കുന്നത്. എന്നാൽ ഭർത്താവ് ജീവനോടെ ഉണ്ടോ എന്ന് അവിടെ ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് സ്വാതിയും സരികയും പറയുന്നുണ്ട് തങ്ങളുടെ അച്ഛൻ മരിച്ചുപോയെന്ന്. തങ്ങളുടെ അമ്മ ഇത്രയും കാലം കൊണ്ടു നടന്ന കള്ളം അങ്ങനെ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അത് കാരണം അവരുടെ നെറ്റിയിൽ കറുത്ത പൊട്ടാണ് വെച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്വാതി മൽഹാറിന്റെ കൂടെ തിരിച്ച് തന്റെ സിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് സരികയോട് ചോദിക്കുന്നുണ്ട് നിന്റെ തീരുമാനം എന്താണെന്ന്. സരിക പറയുന്നുണ്ട് അമ്മ പറഞ്ഞ പോലെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണെങ്കിലും ആലോചിച്ച് ഞാൻ നല്ലൊരു തീരുമാനം എടുക്കും. യുഎസിലേക്ക് പോകണോ സ്റ്റാർട്ടപ്പുമായിട്ട് നാട്ടിൽ തന്നെ നിൽക്കണോ എന്ന്. അങ്ങനെ അവളുടെ മീറ്റിംഗിനുള്ള ദിവസം അവൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. ഒരു സൈഡില് യുഎസിലേക്ക് പോകാനുള്ള ടീമാകട്ടെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. മറ്റൊരു സൈഡില് സ്റ്റാർട്ടപ്പിന്റെ ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് ഗന്ധർവൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. താൻ തന്റെ മനസ്സ് മാറ്റി സോറി എന്ന് പറഞ്ഞിട്ട്. അതിനിടയിൽ കാറിൽ പോയിക്കൊണ്ടിരുന്ന സ്വാതിക്ക് അവളുടെ അക്കൗണ്ടിലേക്ക് 25 ലക്ഷം രൂപ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അവളുടെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്നായിരുന്നു ആ മെസ്സേജ് വന്നത്. ഉറപ്പായിട്ടും ഇത് സരികയാണ് അയച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. അവരുടെ അമ്മ അവരുടെ വാർദ്ധക്യത്തിലേക്ക് ശേഖരിച്ചു വെച്ചിരുന്ന കാശായിരുന്നു അത്. അമ്മ മരിച്ചതോടുകൂടി സ്വാതിയുടെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ട് സരിക അത് അവൾക്ക് ഇട്ടുകൊടുത്തതാണ്. ഇത് കണ്ട് സരിക അവൾ കോൾ ചെയ്തെങ്കിലും സരിക പറയുന്നുണ്ട് താൻ മീറ്റിംഗിലാ ബിസിയാ പിന്നെ സംസാരിക്കാമെന്ന്. ശരിക്കും പറഞ്ഞാൽ സ്വാതിക്ക് ജീവൻ വെച്ചൊരു അവസ്ഥയായിരുന്നു. ഇനി അവൾക്ക് ആ ബോസിന്റെ അടുത്ത് നിന്നും ഒന്നും ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കാശ് അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഫ്രീ ആകും. അവൾ നേരെ കമ്പനിയിൽ ചെന്ന് ആ കാശ് അയാൾക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് താൻ ക്വിറ്റ് ചെയ്യുകയാണെന്ന്. നീ എന്തിനാ പെട്ടെന്ന് കാശൊക്കെ തന്നു ക്വിറ്റ് ചെയ്യുന്നത്? നിനക്കും പല ആവശ്യങ്ങളിലെ കാശൊന്നും എനിക്ക് ഇപ്പോഴേ വേണ്ടാന്ന് പറയുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട് എനിക്കിനി ഇവിടെ തുടരാൻ താല്പര്യമില്ലാന്ന്. അയാൾ വീണ്ടും അവളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവൾ അയാളുടെ മുഖത്തടിച്ചിട്ട് തന്റെ ജോലിയും രാജിവെച്ച് അവിടെ നിന്നും ഇറങ്ങി വരികയായിരുന്നു. സരിക ശരിക്കും തന്റെ യുഎസിലേക്ക് പോകാനുള്ള പ്ലാനൊക്കെ മാറ്റിവെച്ചിട്ട് ഗന്ധർവന്റെ കൂടെ സ്റ്റാർട്ടപ്പ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു തീരുമാനിച്ചത്. ആ മീറ്റിംഗിലേക്ക് അവളും ജോയിൻ ചെയ്തിരുന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് സരിക കുറച്ച് പൂക്കളുമായിട്ട് സ്വാതിയെ കാണാൻ വരുന്നു. അപ്പോഴേക്കും സ്വാതി റിസൈൻ ചെയ്ത് തന്റെ സാധനങ്ങളും എടുത്ത് കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. രണ്ടുപേരുടെയും ലൈഫിലെ പ്രോബ്ലംസ് എല്ലാം മാറി. അവർ രണ്ടുപേരും ഇപ്പോൾ ഹാപ്പിയാണ്. അമ്മയുടെ ചിതാഭസ്മവുമായിട്ട് അവർ നേരെ പോകുന്നത് അവരുടെ അച്ഛന്റെ അഡ്രസ് അന്വേഷിച്ചാണ്. അങ്ങനെ ഒടുവിൽ അവരവരുടെ അച്ഛനെ കണ്ടുപിടിക്കുന്നു. അയാളൊരു കടൽ തീരത്തു കൂടി നടക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും ചിതാഭസ്മവുമായിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്നു. അയാൾ അവരെ കണ്ട് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവരുടെ കയ്യിലെ ചിതാഭസ്മം കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി അയാളുടെ വൈഫ് ഹേമലത മരിച്ചുവെന്ന്. കുറ്റബോധം പേറി നിൽക്കുന്ന തന്റെ അച്ഛന്റെ മുഖത്തേക്ക് ആ 2 പെൺകുട്ടികളും നോക്കി നിൽക്കുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.